ഇതര സംസ്ഥാന മത്സ്യബന്ധന വള്ളങ്ങൾ മൂലം പ്രതിസന്ധിയിലായിരിക്കുകയാണ് കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികൾ. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യബന്ധനം നടത്തുന്ന ചെറുവള്ളങ്ങൾക്കാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വള്ളങ്ങളുടെ വരവിലൂടെ തിരിച്ചടിയാകുന്നത്. ഇതുമൂലം മത്സ്യങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. കേരള തീരത്ത് മത്സ്യബന്ധനം നടത്തുന്ന ഇതര സംസ്ഥാന ബോട്ടുകളിൽ നിന്ന് ഫീസ് ഇനത്തിൽ തുക ഈടാക്കിയാണ് സംസ്ഥാന സർക്കാർ മത്സ്യബന്ധന അനുമതി നൽകുന്നത്. പ്രധാനമായും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ബോട്ടുകളും വള്ളങ്ങളുമാണ് ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന കടലിൽ മത്സ്യബന്ധനം നടത്തുന്നത്. യൂസർ ഫീ എന്ന സംവിധാനത്തിലൂടെ ഇത്തരത്തിൽ മത്സ്യബന്ധനം നടത്തുന്നത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയാകുന്നു. ഇതിനെ ചൊല്ലി കൊല്ലത്തെ നീണ്ടകര ഹാർബറിൽ തമിഴ്നാട്ടിൽ നിന്നുമുള്ള മത്സ്യത്തൊഴിലാളികളും പ്രദേശത്തുള്ളവരും തമ്മിൽ സംഘർഷമുണ്ടായി. ഇതേ സ്ഥിതി തന്നെയാണ് കൊല്ലം ഹാർബറിലുമുള്ളത്. 1200ഓളം മത്സ്യബന്ധന വള്ളങ്ങളിലായി 10,000-ഓളം മത്സ്യത്തൊഴിലാളികളാണ് കൊല്ലം ഹാർബർ കേന്ദ്രീകരിച്ച് ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. എന്നാൽ തമിഴ്നാട്ടിൽ നിന്നുള്ള വള്ളങ്ങൾ ഹാർബറിലെത്തി വളരെ കുറഞ്ഞ വിലയ്ക്ക് മത്സ്യങ്ങൾ വിൽപ്പന നടത്തുന്നതിലൂടെ പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല എന്നാണ് ഇവരുടെ പരാതി. ഇവിടുത്തെ ഹാർബർ മാനേജ്മെൻറ്റ് കമ്മിറ്റി നടന്നു. അതിൻ്റെ അധ്യക്ഷനാണ് കളക്ടർ. അവിടെ എടുത്ത തീരുമാനങ്ങളെന്ന് പറഞ്ഞാൽ അന്യസംസ്ഥാന വള്ളങ്ങളെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. ടെമ്പററിയായിട്ട് അന്യസംസ്ഥാന ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും പെർമിറ്റുകൾ നൽകിക്കൊണ്ട് 6 മാസത്തെ കാലാവധി അവന്മാർ 6 വർഷം വെച്ച് ഉപയോഗിക്കുകയാണ്. അതിനെ ഒന്ന് ത്വരിതപ്പെടുത്തുവാനും അതിനെ നീക്കം ചെയ്യുവാനും പല സമര പോരാട്ടങ്ങൾ ചെയ്തിട്ട് ഇന്ന് വരെ നടന്നിട്ടില്ല. ഇത് സംസ്ഥാന തീരത്തെ മത്സ്യലഭ്യത കുറയാനും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ദുരിതം വർദ്ധിപ്പിക്കാനും ഇടയാക്കുന്നു. കേരളത്തിൽ ഈ സാഹചര്യം തുടരുമ്പോൾ തമിഴ്നാട്ടിലാകട്ടെ അന്യസംസ്ഥാന വള്ളങ്ങൾക്ക് വിലക്കുണ്ട്. കപ്പൽ ദുരന്തവും ട്രോളിംഗ് നിരോധനവും മൂലം പ്രതിസന്ധിയിലായിരിക്കുന്ന ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളുടെ ഈ പ്രശ്നത്തിൽ ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെടണമെന്നാണ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, കൊല്ലം.